മക്കളെ, അപ്പൊ മിസ് വന്നേക്കുന്നത് നമ്മുടെ +1 മാത്തമാറ്റിക്സിന്റെ ഒരു റിവിഷൻ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. നമുക്കറിയാം, നമുക്കിപ്പോ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? എന്റെ മക്കൾ അടിപൊളിയായിട്ട് തന്നെ എക്സാംസ് എഴുതിയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. സോ നമ്മൾ ഇന്ന് നമ്മുടെ +1 മാത്തമാറ്റിക്സിന് നമ്മൾ എങ്ങനെ റിവിഷൻ ചെയ്യാം, എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ റിവിഷൻ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ ഏകദേശം ഒന്ന് പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും മാത്സ്. അപ്പം മാത്സ് ആണ്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ നമ്മുടെ ടൈം ടേബിൾ നോക്കാം. അപ്പം നമ്മുടെ ടൈം ടേബിളിനകത്ത് നമുക്കറിയാം എന്നാണ് എക്സാം വരുന്നത്. യെസ്, നമുക്ക് 25-ന് മാത്സിന്റെ എക്സാം വരുന്നത്. സോ മിസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാംസ് ഡേറ്റ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മിസ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം നോക്കിക്കോണം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നോക്കിക്കേ, March 15 നിങ്ങൾക്ക് എക്സാം ഉണ്ട്. March 15 നിങ്ങൾക്ക് ഏതോ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്? യെസ്, 15 എക്സാംസ് ഉണ്ട്. നോക്കിക്കോണം. അപ്പൊ എന്ത് ചെയ്തു, ഈ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട്, March 15 എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, Chapter 11 തൊട്ട് 14 വരെയുള്ള ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യും. Chapter 11 തൊട്ട് 14 വരെയുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും? അന്ന് വൈകിട്ടിരുന്ന് റിവിഷൻ ചെയ്യും. എന്നിട്ട് അടുത്ത എക്സാം വരുന്നത് March 18 ആയിരിക്കും അടുത്ത എക്സാം വരുന്നത്. സോ നിങ്ങൾക്ക് 2 ദിവസം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പം എന്ത് ചെയ്തു, March 16 നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി Chapter 6 തൊട്ട് 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് റിവിഷൻ ചെയ്യാം. ഇത് കൂടാതെ ഈ ചാപ്റ്റേഴ്സിലെ നമ്മൾ 15 റിവിഷൻ ചെയ്തത്, അന്ന് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, March 16 കവർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ March 16 എന്ത് ചെയ്യും, നമ്മൾ ബാക്കി 6 to 10 എന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്യും. ഇനി March 17 എന്ത് ചെയ്യാം, നമ്മുടെ March 18 ഉള്ള എക്സാം ഇല്ലേ, ആ എക്സാമിന് വേണ്ടി നമുക്കങ്ങ് പഠിക്കാം. ഇനി നോക്കിക്കോണം, March 18 കഴിഞ്ഞ് March 19 ഒരു ദിവസം ലീവ് ഉണ്ട്. March 20 എക്സാം ഉണ്ട്. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, March 18 എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ചാപ്റ്റേഴ്സ് 4ഉം 5ഉം 2 കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്, അതൊന്ന് റിവൈസ് ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടൈം ഫുള്ളും പിന്നെ March 19 നമുക്ക് എന്ത് ചെയ്യാം, March 20 എക്സാമിന് വേണ്ടി നമുക്കിരുന്ന് പഠിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് March 20 എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലെ നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് റിവിഷൻ ചെയ്യാം. ഇന്ന് നോക്കിക്കോണം, അടുത്ത എക്സാം വരുന്നത് March 22 ആണ്. അപ്പോൾ March 21 March 20 നമ്മൾ റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, 22 എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ 22 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം വരുന്ന എന്നാ, നമ്മുടെ March 25 ഏതാ, നമ്മുടെ മാത്തമാറ്റിക്സ്. സോ അതിനെന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ March 20 കൊണ്ട് തന്നെ നമ്മൾ റിവിഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കിക്കോണം, നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് പെൻഡിങ് വരാം, സമയം കാരണം ഇടയ്ക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആവാതൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 22 22 എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ പെൻഡിങ് ഉള്ളത് കംപ്ലീറ്റ് ചെയ്യുക. അതുകൂടാതെ എല്ലാ ചാപ്റ്ററും നമുക്കൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും മിസ്സേ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് March 23 എന്ത് ചെയ്യുക, കൃത്യം 10 മണിയാകുമ്പം നമ്മുടെ ഈ IIIT+1 യൂട്യൂബ് ചാനലിൽ തന്നെ വരിക. എന്താണ്, അന്ന് നമുക്ക് നമ്മുടെ ലോങ് ലൈവ് ഉണ്ട്. അതായത് ലോങ് ലൈവ് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തൊട്ട് നമ്മുടെ എൻറ്റയർ ചാപ്റ്റർ കാണുമല്ലോ. നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 14 ചാപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കോൺസെപ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ചെയ്ത് പോകും. ഇന്ന് നോക്കണം, നമ്മൾ വിത്ത് കോൺസെപ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എൻറ്റയർ ചാപ്റ്ററിനെ നമ്മൾ ഉള്ള 14 ചാപ്റ്റേഴ്സിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് മിസ്സേ, അപ്പം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ? നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, യെസ്, March 24 വൈകിട്ട് കൃത്യം 7:30 ആകുമ്പോൾ മിസ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നുണ്ട്. അന്ന് വൈകിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് 25 എക്സാം ആണ്. ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ രാവിലെ ഒന്നാണെങ്കിലും ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമല്ലേ? അതിനുവേണ്ടി മിസ് March 25 രാവിലെ 5 മണിയാകുമ്പം മോർണിംഗ് ബൂസ്റ്ററായിട്ട് വരുന്നുണ്ട്. ഒരു സ്പീഡ് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള എൻറ്റയർ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഇക്വേഷൻസും നമ്മൾ ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാനുള്ള സമയവും ഇതിനകത്ത് മിസ് കൺസിഡർ ചെയ്യുന്നുണ്ട്.
ഇനി മിസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിവൈസ് ചെയ്യാൻ മിസ് ഇട്ടേക്കുന്ന ടോപ്പിക്കിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 22 എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിൽ എന്ത് ചെയ്യുക? അത് പെൻഡിങ് ഉള്ള പോർഷൻസ് കവർ ചെയ്തെടുക്കാം. സോ നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റിൽ ഇടാം മക്കളെ. അപ്പം ലൈവില് 23-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും കാണാം. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, മിസ്സേ അപ്പൊ നമ്മൾ റിവൈസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് നോക്കി എങ്ങനെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്? എടാ മക്കളെ, നമ്മളാണെങ്കിലുണ്ടല്ലോ ചാപ്റ്റർ വൈസ് 1-ഷോട്ട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസ് വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? റിവിഷനും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവൂലേ? സോ അടിപൊളിയായിട്ട് തന്നെ എൻ്റെ മക്കൾ റിവിഷൻ ചെയ്യുക. എക്സാം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതുക.